നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രീമിയം ഔട്ട്ലെറ്റ് മേലടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. ഐരാണിക്കുളം GHS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. 4,50,000 രൂപ വിനിയോഗിച്ച് 9 പേർക്കാണ് സ്കൂട്ടർ നൽകിയത്. വാർത്തകൾ വിശദമായി. മാള ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രീമിയം ഔട്ട്ലെറ്റ് മേലടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്, നല്ല ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ രീതിയിൽ വില കിട്ടാത്ത വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇവിടെ. ഇപ്പോൾ നമുക്കിവിടെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് കർഷകൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ കർഷകൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി വിപണനം നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടെ ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ്, ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, മറ്റംഗങ്ങളായ സന്ധ്യ നൈസൻ, AA അഷ്റഫ്, OC രവി, ജുമൈല ഷഗീർ, UA ജോർജ്, വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MP പ്രസാദ്, അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഡോക്ടർ VA നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഐരാണിക്കുളം GHS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാലത്ത് ശാസ്ത്രകാലോചിതമായ മാറ്റം വരുത്തി വരുന്ന സാഹചര്യത്തിൽ നമ്മളെപ്പോഴും പഠിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ 10ാം ക്ലാസ്, ഡിഗ്രി മാക്സിമം പോയ PG കഴിഞ്ഞാൽ അവരുടെ പഠനം കഴിയും. ഇന്നതല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ അധ്യാപകർ പെൻഷനാവുന്നില്ലെന്ന് അറിയുന്നു. അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളിൽ ഓരോ വർഷവും പുതിയ മാറ്റങ്ങൾ വരുത്തി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളെയൊക്കെ പണ്ട് ചെറുപ്പത്തിലെ ഒരു അറ്റാക്ക് വന്ന് നെഞ്ചുവേദന വന്ന ആളുകൾ മരിച്ചു. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശു ജനിച്ചപ്പോൾ വൈകല്യം ഉണ്ടായിരുന്നു, അവന്റെ ഹൃദയം ശരിയില്ലായിരുന്നു, കുട്ടിയുടെ ഹാർട്ട് ലിവർ ശരിയില്ലായിരുന്നു, കിഡ്നി ശരിയില്ലായിരുന്നു. ഇതൊക്കെ ജനിച്ചതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. PTA പ്രസിഡന്റ് PK സോജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സന്തോഷ് കുമാർ 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S രാധിക, മുൻ പ്രധാനാധ്യാപകൻ PN സുധീഷ്, MPTA പ്രസിഡന്റ് ജയശ്രീ ശിവരാമൻ, OSA പ്രസിഡന്റ് KK വിജയൻ, MU സുരേഷ് എന്നിവർ സംസാരിച്ചു. മാള സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്കിലെ നിക്ഷേപകരുടെ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. വായ്പാ കുടിശ്ശിക വരുത്തിയവർക്കെതിരെ നടത്തുന്ന ARC ലേല നടപടികളെക്കുറിച്ചും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബാങ്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് വിശദീകരിച്ചു. യോഗത്തിൽ 100ഓളം നിക്ഷേപകരും സഹകാരികളും പങ്കെടുത്തു. ഭരണസമിതി അംഗങ്ങളായ പോൾസൺ ഒളാട്ടുപുറം, വിൽസൺ കാഞ്ഞൂത്തറ, ഗോപി പണിക്കശ്ശേരി, ജെയ്സൺ മാളിയേക്കൽ, ബിന്ദു പ്രദീപ്, ബാങ്ക് സെക്രട്ടറി നിക്സൺ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI മതിലകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹൈവേയിൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക, ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. നിരവധി തവണ NH അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതായതോടെയാണ് സമരവുമായി DYFI രംഗത്ത് വന്നത്. മതിലകം സെന്ററിൽ സംഘടിപ്പിച്ച സൂചനാ സമരം DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. അൽകേഷ്, ആദിത്, റീമ K ഹമീദ്, PH അമീർ തുടങ്ങിയവർ സംസാരിച്ചു.
എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി ജയൻ, പി.എ. ഷമീർ, സജീർ സത്യൻ, ഷൈജ ഷാനവാസ്, ഫാത്തിമ അഷ്റഫ്, ബിഒമാരായ പ്രജിത, ഷിനി എന്നിവർ പങ്കെടുത്തു. 4,50,000 രൂപ വിനിയോഗിച്ച് 9 പേർക്കാണ് സ്കൂട്ടർ നൽകിയത്. പുത്തഞ്ചിറ വാസുപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ദ്രവ്യ കലശാഭിഷേകം, കാഴ്ചശീവേലി, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രീമിയം ഔട്ട്ലെറ്റ് മേലടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. ഐരാണിക്കുളം GHS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. 4,50,000 രൂപ വിനിയോഗിച്ച് 9 പേർക്കാണ് സ്കൂട്ടർ നൽകിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.